ഇംഗ്ലണ്ടിനെതിരെ ഉഗ്രൻ പ്രകടനമാണ് ജയ്സ്വാൾ പുറത്തെടുത്തത്. 2 ഇരട്ട സെഞ്ചുറികൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. ഇപ്പോൾ സാക്ഷാൽ ബ്രാഡ്മാൻ്റെ ആ ഒരു റെക്കോർഡിനരികിലെത്തിയിരിക്കുകയാണ്. 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ജയ്സ്വാൾ. ഇനി തൊട്ട് മുൻപിൽ ബ്രാഡ്മാൻ മാത്രമാണ് അദ്ദേഹത്തിന് വിലങ്ങുതടിയായിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ ഉഗ്ര പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെച്ചത്. ഇതുവരെ 8 ടെസ്റ്റുകളിൽ നിന്ന് 971 റൺസാണ് ജയ്സ്വാൾ ഇതുവരെ സ്വന്തമാക്കിയത്. കരിയറിലെ ആദ്യത്തെ 8 ടെസ്റ്റുകളിൽ നിന്ന് ഏറ്റവും അധികം റൺസ് അടിച്ച 2ാമത്തെ താരമാണ് ജയ്സ്വാൾ. ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡോൺ ബ്രാഡ്മാനാണ്. 1210 റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം. 15 ഇന്നിങ്സുകളിൽ നിന്ന് 69.35 ശരാശരിയിൽ 3 സെഞ്ചുറികളടക്കമാണ് യുവതാരത്തിൻ്റെ കുതിപ്പ് വരുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ഇതിഹാസം ഇനിയുള്ളത് ബ്രാഡ്മാൻ്റെ ആ ഒരു റെക്കോർഡിനരികിലെത്താൻ ഇനി അദ്ദേഹത്തിന് കടമ്പകളേറെയുണ്ട്. എങ്കിലും 2ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായുള്ള ഈ ഒരു 4ാം മത്സരത്തിനകത്ത് ഇന്ത്യക്ക് 5 വിക്കറ്റിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ജയ്സ്വാളിൻ്റെ ഉഗ്രൻ പ്രകടനവും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. 2 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിന് ഡബിൾ സെഞ്ചുറി അടിക്കാനും സാധിച്ചു. അപ്പോൾ വിരാട് കോഹ്ലി 16-17 കാലഘട്ടത്തിൽ വിരാട് കോഹ്ലിക്ക് 655 റൺസ് നേടിയിരുന്നു. ജയ്സ്വാൾ 23-24 വർഷത്തിൽ ഇതേ റൺസ് സ്കോർ ചെയ്തു. 2002 രാഹുൽ ദ്രാവിഡ് 602 റൺസും നേടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വെട്ടിച്ചാണ് ഇപ്പോൾ ജയ്സ്വാൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 971 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. തൊട്ട് മുൻപിൽ ബ്രാഡ്മാനാണ്. 1210 റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തോട്ട് കാണാം. ബൈ.